രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയും ദോശയും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മാവിൻ്റെ അകത്ത് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് അതൊന്ന് കലക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരടപ്പത്ത് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഇഡലി പാത്രം വെച്ച് ഇങ്ങനെ ഇഡലി കോരി ഒഴിക്കുന്നുണ്ട്. അപ്പം ചായയൊക്കെ ഒന്ന് റെഡിയായി. പിന്നെ എല്ലാവർക്കും ചായയൊക്കെ ഒന്ന് എടുത്ത് കൊടുക്കട്ടെ. അന്നേരം ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഡലിയുടെ കൂടെ ചമ്മന്തി ഉണ്ടാക്കുന്നത്. ഇന്ന് ചുമന്ന കളറിലെ ചമ്മന്തി, മുളക് പൊടി ചേർത്ത ചമ്മന്തി ഉണ്ടാക്കുന്നത്. അതിനൊന്ന് കടുക് വറുത്തിട്ടുണ്ട്. എന്നിട്ട് ഇച്ചിരി സവാളയൊക്കെ ഇട്ട് കൊച്ചുള്ളി ഉണ്ടെങ്കിൽ നല്ലൊരു മണവും ടേസ്റ്റും കിട്ടും. കൊച്ചുള്ളി ഇല്ല എനിക്ക് എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാൻ അതിലേക്ക് അരച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് ഇനിയിപ്പോൾ ഞാനങ്ങ് തീയങ്ങ് ഓഫാക്കും. അധികം തിളയ്ക്കാനൊന്നും നിൽക്കത്തില്ല. അപ്പോഴത്തേക്കിന് ഇഡലിയൊക്കെ ഞാനിതൊന്ന് ഇതിൻ്റെ അകത്തോട്ടൊന്ന് ഇളക്കിയിടട്ടെ. പിന്നെ ദോശ വേണ്ടിയവർക്ക് ദോശ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇച്ചിരി ഉരുളൻകിഴങ്ങ് തോരൻ വയ്ക്കാമെന്ന് വെച്ച്. അപ്പോൾ ഞാൻ ഓയിലൊഴിച്ച് കടുകിട്ട് പൊട്ടിച്ചു. ഞാൻ ഉരുളൻകിഴങ്ങ് ചെറുതായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയപ്പോൾ അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പില, പച്ചമുളക് കീറിയത് ഇതുകൂടെ ഇട്ട് ഇച്ചിരി ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഞാൻ ഈ ഉരുളൻകിഴങ്ങ് അരിഞ്ഞിട്ട് വെള്ളത്തിൽ ഇട്ടേക്കുമായിരുന്നു. അതിൻ്റെ അകത്തൊരു ഇച്ചിരി സ്റ്റാർച്ചൊക്കെ കാണുമല്ലേ, അതൊക്കെ ഒന്ന് പോകാനായിട്ട്. എന്നിട്ട് അതിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് വാരി, ഇപ്പോൾ ഈ വെള്ളം ഒന്നും ഒഴിക്കേണ്ട കേട്ടോ. ഇങ്ങനെ ഈ ഉരുളൻകിഴങ്ങിൻ്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങും. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിൽ വെച്ച് വേവിച്ചാൽ മതി. ഇത് നല്ലൊരു കൂട്ടാൻ. എനിക്ക് മെഴുക്ക് പുരട്ടിയേക്കാൾ ഇഷ്ടം ഇങ്ങനത്തെ ഈ തോരനാണ്. അപ്പോൾ അതൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് അവിടെ ചെറിയ തീയിലവിടെ അടച്ചിടട്ടെ. അപ്പോൾ അച്ചാറിടാൻ വാങ്ങിച്ച കേരയുടെ മുള്ളും തലയും അതൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അതാ കറി വെക്കുന്നത്. അപ്പോൾ ഞാൻ കടുകൊക്കെ പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലെല്ലാം വഴന്ന് വന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം ഒന്ന് ഇട്ട് മൂപ്പിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് ഈ അരപ്പൊന്ന് തിളയ്ക്കുമ്പം കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ഇട്ടിട്ട് ആ തലയും മുള്ളും എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കും. അപ്പോൾ ഞാനാണെങ്കിൽ ഇതിൽ ആവശ്യത്തിലുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫുള്ള് ലാസ്റ്റ് വരെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എനിക്ക്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഇനിയും മീനോട് പറക്കി ഇട്ട് കൊടുത്ത് കറിവേപ്പില ഇട്ട് അതൊന്ന് തിളച്ച് വറ്റി വരട്ടെ. ഒരു 15-20 മിനിറ്റ് ആകുമ്പോഴത്തേക്കിനൊക്കെ അത് തിളച്ച് വറ്റി വരും. ലാസ്റ്റിൽ ഇച്ചിരി വെളിച്ചെണ്ണയും കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ വിജീസ് കിച്ചൻ ചാനൽ വ്ലോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.